തിരുവനന്തപുരം പോത്തൻകോട് തെരുവുനായ ആക്രമണത്തിൽ 20ഓളം പേർക്ക് പരിക്ക്. കടിയേറ്റവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ജിബിൻ ജെ ബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണല്ലോ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ എന്തെങ്കിലും പുരോഗതി വന്നിട്ടുണ്ടോ? മറ്റ് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, നിലവിൽ ഇന്ന് രാവിലെ മുതലാണ് ഇന്നലെ ഈ 20ഓളം പേരെ കടിച്ച തെരുവുനായ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ. പക്ഷേ ഇതുവരെ നായയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഈ ഒരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പോത്തൻകോട് നഗരഭാഗങ്ങളിൽ പോത്തൻകോട് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറമുള്ള പുലന്തറ എന്ന് പറയുന്ന ഭാഗം വരെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്ത് 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ തെരുവുനായ 20ഓളം പേരെ ആക്രമിച്ചിരിക്കുന്നത്. ഇതിൽ 3 സ്ത്രീകളും 9 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടുന്നു. എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കുറച്ചുപേർ ഇപ്പോൾ വീട്ടിലേക്കും പോയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇത്രയും പേര് തെരുവുനായ കടിച്ചെങ്കിൽ ഇന്നലെ രാത്രി ഈ തെരുവുനായ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നത്. കാരണം ഇരുട്ടാണ്, ഈ തെരുവുനായ ഇങ്ങോട്ടാണ് പോയതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തെരുവുനായ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് കൂടുതൽ കടിയേറ്റിട്ടുണ്ടോ? സാരമായിട്ടുള്ള പരിക്ക് മാത്രമാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 3 പേർക്കാണ് ചെറിയ രീതിയിലെങ്കിലും വലിയൊരു പരിക്കുള്ളത്. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുണ്ട്. മറ്റ് സ്ത്രീകളും ബാക്കിയുള്ളവരും. ഞാൻ ജിബിനിലേക്ക് മടങ്ങി വരാം. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ചേരുന്നു നമുക്ക് ഒപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽകുമാർ, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തരത്തിൽ 20ലേറെ പേർക്ക് കടിയേറ്റ ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്നലെ വൈകുന്നേരം 6:45 ഈ തരത്തിലുള്ള ആൾക്കാർക്ക് തെരുവുനായ്ക്കളെ കടിയേറ്റായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഞാൻ രാത്രിയോടുകൂടി അറിയുന്നു. അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്തു, കുത്തിവയ്പ്പ് എടുത്തു. അവര് 3 സ്ത്രീകളാണുള്ളത്. ഒരു സ്ത്രീ അവിടെ പോത്തൻകോട് തന്നെ ഒരു സ്വകാര്യ ലാബിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിയാണ്. മൊത്തം 3 സ്ത്രീകളെയാണ് തെരുവുനായ്ക്ക ആക്രമിക്കപ്പെട്ടത്. 12ഓളം പേർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. പോത്തൻകോട് നിന്ന് ഒരു 1.5 കിലോമീറ്റർ വരെ പുലന്തറ എന്ന് പറയുന്ന സ്ഥലം വരെ ഉള്ള ആൾക്കാര് ഈ തെരുവുനായ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തെരുവുനായ ആക്രമണം നേരത്തെ ഉണ്ടോ? തെരുവുനായ ശല്യം രൂക്ഷമാണോ ആ പ്രദേശത്ത്? ശല്യമുണ്ട്, പക്ഷെ നമുക്കിതിനെ കൊല്ലുവാൻ കഴിയത്തില്ല. അറിയാമല്ലോ, കൊല്ലുവാൻ കഴിയത്തില്ല. നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് വന്ധീകരിക്കുക. തീർച്ചയായും ഈ വന്ധ്യംകരണ നടപടികൾ എന്തെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മുൻകൈ എടുത്ത് ഇതിനോടകം നടത്തിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. എല്ലാ വർഷവും വന്ധീകരണം ചെയ്യാറുണ്ട്, കുത്തിവയ്പ്പ് എടുക്കാറുണ്ട്. ഈ വർഷവും നടത്തിയിരുന്നു? ഈ വർഷം ഇപ്പൊ പ്രോജക്ട് വെച്ചിട്ട് നടപ്പാക്കാനുള്ള സമയം ആയതേ ഉള്ളൂ. ശരി. ഈ വന്ധ്യകരണം നടത്തിയതിന് ശേഷവും ഇതിന്റെ എണ്ണം പെരുകുന്ന ഒരു സ്ഥിതി ഉണ്ട് എങ്കിൽ അത് പ്രാവർത്തികമല്ല, അല്ലെങ്കിൽ ഫലപ്രദമല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന് പോത്തൻകോട് പ്രദേശങ്ങളിൽ കൊണ്ടിട്ടിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ അത്തരക്കാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നശിപ്പിക്കാൻ, കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാൻ പഞ്ചായത്തിന് കഴിയത്തില്ല. അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ നശിപ്പിക്കുന്ന നാട്ടുകാർ വളരെ ഭീഷണിയിലാണ്. ഈ തെരുവുനായ്ക്കളെ കൊണ്ട് നാട്ടുകാർ വളരെ ഭീഷണിയിലാണ്. ഈ നിലവിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്? ഈ തെരുവുനായെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നോ, പുരോഗമിക്കുന്നോ? ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്ത് മാണിക്കൽ പഞ്ചായത്തിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അപ്പൊ അവിടെ നാട്ടുകാരുടെ ശ്രമം നടക്കുന്നത്. വെളുത്ത പട്ടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ ശ്രമം നടക്കുകയാണ്.